ഹൃദയത്തിൽ ഇങ്ങനെ കൊത്തിവെക്കേണ്ട 3 കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നോടെന്ന പോലെ ഞാൻ എൻ്റെ ജീവിതത്തിലും കാത്തു സൂക്ഷിക്കേണ്ടതുപോലെ നമ്മൾ ഓരോരുത്തരും ഓർക്കുക, നമ്മുടെ ബന്ധങ്ങൾക്കുള്ളിൽ, കുടുംബം എന്ന ആ സ്നേഹവലയത്തിനുള്ളിൽ മക്കളെ നിർത്താൻ സൂക്ഷിക്കേണ്ട 3 ബന്ധങ്ങൾ. ഒന്നാമത്തേത് ശാരീരിക ബന്ധം, രണ്ടാമത്തേത് ആത്മീയ ബന്ധം, മൂന്നാമത്തേത് മാനസിക ബന്ധം. ഈ 3 അടുപ്പങ്ങളാ. മറ്റു ബന്ധങ്ങളെ പോലെയല്ല നമ്മൾ കുടുംബം. ഒരു മനുഷ്യൻ എന്ത് വ്യക്തിയാകണം, ഏത് രൂപത്തിലാകണം, അയാളുടെ ഇൻഡിവിജ്വാലിറ്റി എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത് അയാളുടെ ബന്ധങ്ങളാണ്, അയാളുടെ കൂടെയുള്ളവരാണ്, അയാളുടെ കുടുംബമാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ കുടുംബത്തിനുള്ളിൽ ഈ 3 ബന്ധങ്ങളും വേണം. എന്താണ് ശാരീരിക അടുപ്പം എന്ന് പറഞ്ഞാൽ? എന്താ? ഉമ്മയും ഉപ്പയും പരസ്പരം സ്നേഹിക്കുന്നത് പോലെ മക്കള് പരസ്പരം ശാരീരികമായ ബന്ധങ്ങൾ ഉണ്ടാവണം. അവർ തമ്മിൽ കെട്ടിപ്പിടിക്കണം. മക്കളും വാപ്പയും ഉമ്മയും തമ്മിൽ കെട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണം. ശാരീരിക അടുപ്പങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ സ്നേഹം എന്താണെന്ന് മക്കളുള്ളിൽ നിന്ന് കാണുകയുള്ളൂ, വീട്ടിൽ നിന്ന് കാണുകയുള്ളൂ. അതുകൊണ്ടല്ലേ ഏറ്റവും പ്രിയങ്കരനായ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഓരോരുത്തരോടും ഉണർത്തിയത്, നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക, മക്കൾക്ക് മുൻപിൽ വെച്ച് പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക. ഇതുപോലൊരു സദസ്സെന്ന് ഇത് പറഞ്ഞ സമയത്ത് ഒരു ഉപ്പ എഴുന്നേറ്റ് നിന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചതാ, അല്ല മോളെ, തന്നെ പോകുന്ന വലിയ മക്കള് മുമ്പിൽ ഇരിക്കുമ്പോ ഉമ്മയും വാപ്പയും വായിക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുകയാണോ എന്ന്. ഇത്തിരി കോപത്തിലാണ് ചോദിച്ചത്. പക്ഷെ അതിന്റെ ഉത്തരം ഇവിടെ പറയാതെ വയ്യ. വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന സ്നേഹപ്രകടനം മക്കൾക്ക് മുൻപിൽ വെച്ച് കാണിക്കുവാൻ നമ്മൾ വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ ഓർക്കേണ്ടതുണ്ട്, എല്ലാവരുടെയും കൈകളിൽ, വിരൽ തുമ്പുകളിൽ അതിനേക്കാൾ വലിയ സ്നേഹപ്രകടനങ്ങളാണ് അവർ കാണുന്നത്. ഒട്ടും റിയൽ അല്ലാത്ത റീൽസുകളിലൂടെ അവർ കാണുന്ന സ്നേഹപ്രകടനങ്ങളുണ്ട്. ഒരു പക്ഷെ അത് തന്നെയാണ് സ്നേഹം, അത് തന്നെയാണ് യഥാർത്ഥ പ്രണയം, അത് തന്നെയാണ് യഥാർത്ഥ ഇഷ്ക് മുഹബത്ത് എന്ന് മനസ്സിലാക്കി അതിലേക്ക് വഴിപെട്ടു പോകുന്ന മക്കൾ. എന്തുകൊണ്ട്? വീട്ടിൽ ഹലാലായ സ്നേഹമുണ്ട്, ഹലാലാക്കപ്പെട്ട പ്രണയം എൻ്റെ വീട്ടിലുണ്ട്. പക്ഷെ അവിടെ കുട്ടികൾ പ്രേമം കാണുന്നില്ല പ്രിയപ്പെട്ടവരെ, അവിടെ പ്രേമം കാണുന്നില്ല.